ഈ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം AS ഉമർ ഫാറൂഖ്, ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അൻവർ പറഞ്ഞ്, ഇവിടെ വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, റോയ് അറക്കൽ, PR സിയാദ്, റഫീഖ് PP, കൃഷ്ണൻ എരഞ്ഞിക്കൽ, ജോൺസൺ കണ്ടച്ചിറ, വീട്ടി സൈദലി വാജ്, P ജമീല, റഷീദ് ഉമ്മരി, അജ്മൽ ഇസ്മായിൽ, മറ്റു എൻ്റെ ജില്ലാ സഹപ്രവർത്തകരെ, അഡ്വക്കേറ്റ് സാദിഖ് നടത്തിയടക്കമുള്ള സഹപ്രവർത്തകരെ, ഞാൻ ഒന്ന് രണ്ട് സംഗതികൾ മാത്രം സൂചിപ്പിച്ച് പ്രസംഗം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒറ്റ കാര്യം, നമ്മുടെ ഈ പാർട്ടി STPI എന്ന് പറയുന്നത് ആർക്കും വന്ന് കൊട്ടാൻ പറ്റുന്ന ചെണ്ടയല്ല. അതാദ്യം വ്യക്തമാക്കുക. അതിങ്ങനെ എവിടെയെങ്കിലും തെരുവിൽ കെട്ടിവെച്ചേക്കുക, ആർക്ക് വന്നിട്ടും അതിൽ വന്നിട്ട് കൊട്ടുക, അതിന് മറുപടി ഒന്നും ഉണ്ടാവില്ല എന്ന് ആരും കരുതേണ്ടതില്ല. അത് കൊട്ടാൻ പറ്റുന്ന ആൾക്കാർ കൊട്ടിയാൽ ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ കേട്ടോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്ക് വന്നിട്ട് ആ ചെണ്ടയിൽ കൊട്ടാറുണ്ട്. അതിനൊക്കെ പ്രശ്നമല്ല, കാരണം അതൊരു ആദരവാണ്. അമിത്ഷാ രാജ്യസഭയിലും പിന്നെ ലോക്സഭയിലും ഈ ചെണ്ട കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് അടക്കമുള്ള ആളുകൾ അവരുടെ വിധാനസഭകളിൽ, അസംബ്ലി ഹാളുകളിൽ കൊണ്ടുപോയിട്ട് ഈ ചെണ്ട എല്ലാ പ്രശ്നത്തിൻ്റെയും പിന്നിൽ, അങ്ങനെയാണല്ലോ, എല്ലാ പ്രശ്നത്തിൻ്റെയും പിന്നിൽ, എല്ലാ സമരത്തിൻ്റെയും പിന്നിൽ, എല്ലാ പോരാട്ടത്തിൻ്റെയും പിറകിൽ, എല്ലാ പിന്നെ NRC സമരത്തിൻ്റെ പിന്നിൽ മുഴുവൻ, പിറകിൽ മുഴുവൻ STPI ആണ് എന്ന് പറയുന്ന ഇത് ഞങ്ങൾക്ക് അംഗീകാരമാണ്. അത് ചെണ്ട കൊട്ടലല്ല. അത് BJP എന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പറ്റുന്ന ഒരു തർക്കമില്ലാത്ത എതിരാളികളാണ്. ഞങ്ങൾക്ക് അത്ര പ്രശ്നമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ആളെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പിന്നെ ആ ചെണ്ടയിൽ കൊട്ടാറുണ്ട്. CPM-ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരാജയം പറ്റിയാൽ, ഏതെങ്കിലും ഒരു വാർഡിൽ, ആ വാർഡിൽ CPM തോറ്റാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ CPM തോറ്റാൽ, അവരുടെ കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, ഇതിൻ്റെയൊക്കെ പിറകിൽ ആരാ? STPI ആണ്. ഗോവിന്ദൻ മാഷ് ഇടയ്ക്ക് വന്നിട്ട് ഈ ചെണ്ട കൊട്ടാറുണ്ട്. അതും ഞങ്ങൾ സഹിക്കും, കാരണം തർക്കമില്ലാത്തൊരു പാർട്ടിയാണത്. എന്തൊക്കെയാണെങ്കിലും സംസ്ഥാനം രണ്ടാമത്തെ ടൈമിലെങ്കിലും ഭരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതും ഞങ്ങൾ സംസാരിക്കും, അതും ഞങ്ങൾ സമ്മതിക്കും. പക്ഷെ PMA സലാമൊക്കെ വന്നാണ് ഈ ചണ്ടിയിൽ മുട്ടാൻ നിന്നാൽ അത് സമ്മതിക്കാൻ പറ്റൂല. അങ്ങനെ PMA സലാമിനെ പോലുള്ള ആൾക്കാർക്കടക്കം മുട്ടാൻ പറ്റുന്ന ഒരു ചണ്ടയല്ല ഇത്. സലാം സാഹിബ് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. സലാം സാഹിബ് പറഞ്ഞത് മലപ്പുറത്തോ കോഴിക്കോടോ നടന്ന പത്രസമ്മേളനത്തിൽ പറയുന്നത്, ഞങ്ങൾ ആരെയും അങ്ങനെ ഒരു ചണ്ടിയിലും തട്ടാൻ പോലെ ഒരാളെ മൂക്കിലും തോണ്ടാത്ത 16 കൊല്ലമായിട്ട് എവിടെയും തോണ്ടാത്ത പാർട്ടിയാണ്. ഞങ്ങൾ മുന്നോട്ട് പോവാണ് പ്രവർത്തിച്ചിട്ട്. എന്നിട്ട് STPI എന്ന പാർട്ടി രൂപീകരിച്ചത് തന്നെ ലീഗിനെ തകർക്കാനാണ്, ലീഗിനെ എതിർക്കാനാണ്, ലീഗിന്റെ വീര്യം പോരാ എന്നുള്ളത് കൊണ്ടാണ് STPI ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞാൽ സലാം സാഹിബ് അത്ര ഈ പാർട്ടി ഞങ്ങൾ ചെറുതാക്കാൻ പാടില്ല. അങ്ങനെ ഈ സാധനം ഇവിടെ ഈ മലബാറിൽ മാത്രം ഉണ്ടാക്കിയ പോരെ. ഈ 22 സംസ്ഥാനത്ത് 18 സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ട് 10 സംസ്ഥാനങ്ങളിൽ 650 ജനപ്രതിനിധികളെ ഉണ്ടാക്കിയിട്ട് ഈ പാർട്ടി, അതിന് ലീഗിനെ തകർക്കാൻ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കണ്ടല്ലോ. ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയ പോരെ. ലീഗിന്റെ നേതാക്കന്മാർക്ക് ആര് വന്നാലുട്ടെ, ലീഗിന് ശേഷം അതാ പറയുന്നത്, ലീഗിന് ശേഷം വന്നിട്ടുള്ള എല്ലാ പാർട്ടികളും ഞങ്ങൾക്ക് എതിരാന്നാണ് പറഞ്ഞത്. അത് PDP, മഹദനിയുടെ PDP വന്നത് അത് ഞങ്ങൾക്ക് എതിരാണ്. സേട്ടു സാഹിബിന്റെ INL വന്നത് അത് ഞങ്ങൾക്ക് എതിരാണ്. ഇപ്പൊ STPI വന്നത് അത് ഞങ്ങൾക്ക് എതിരാണ്. ഇതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമി വന്നത്, അല്ലെങ്കിൽ വെൽഫെയർ, അത് ഇപ്പൊ വെൽഫെയർ പാർട്ടി ഹലാലാണ് കേട്ടോ, ഹറാമായിരുന്നു, ഇപ്പൊ ഹലാലാണ്, എതിരാണ് ലീഗിന് ശേഷം. അപ്പൊ ഞങ്ങൾ വേറെ ചോദിച്ചു, സലാം സാഹിബ്, ഈ ലീഗിന് മുമ്പാണ് ഈ സമസ്ത, ഈ സയ്യിദ് ജഫരി മുത്തുക്കോയ തങ്ങളെ പ്രസ്ഥാനം സമസ്ത ലീഗിന് മുമ്പാണ് വന്നത്. ആ സമസ്ത ഇപ്പൊ നിങ്ങൾക്ക് എതിരാന്നുള്ള സലാം സാഹിബ് നിങ്ങൾ പറയുന്നത് എന്താ?
യഥാർത്ഥത്തിൽ ലീഗിൻ്റെ നേതാക്കന്മാർ ലീഗിൻ്റെ വണ്ടി എപ്പോഴും ഇടതുവശം ചേർത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് വലതുവശം ചേർന്ന് കൊണ്ടുപോകുമ്പോഴാണ് എതിരെ വരുന്ന വണ്ടി മുഴുവൻ ഞങ്ങൾക്ക് എതിരാന്ന് തോന്നുന്നത്. ഒരു പാർട്ടിനെ കൊണ്ടുപോകേണ്ടത് ഇടതുവശം, അത് ട്രാഫിക് നിയമമാണ്. ഇടതുവശം ചേർന്നിട്ട് തന്നെ കൊണ്ടുപോകേണ്ട പാർട്ടിയെ ഇടതുവശം ചേർന്നിട്ട് തന്നെ റോട്ടിൽ കൊണ്ടുപോകണം. അത് വലതുവശം ചേർത്ത് കൊണ്ടുപോയാൽ സ്വാഭാവികമായിട്ട് എതിരെ വരുന്ന എല്ലാ കൂട്ടരും ഞങ്ങൾക്ക് എതിരാന്ന് തോന്നും. അപ്പം നിങ്ങളെ വണ്ടിയാണ് ഇടതുവശം ചേർന്ന് പോകേണ്ടത്. അത് സലാം സാഹിബ് ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഈ സംസാരം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ലീഗ് പ്രവർത്തകരോട് ചോദിക്കുകയാണ്, നിങ്ങളെങ്കിലും സലാം സാഹിബിനോടും നിങ്ങളെ സാദിഖ് അലി തങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ കണക്കുകൾ പറയും. ഞങ്ങൾ 22 സംസ്ഥാനത്തെ 18 സദ്യ ഏറ്റവും അവസാനം ഹരിയാന സംസ്ഥാനത്താണ് ഈ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്. യുപിയിലും ജാർഖണ്ഡിലടക്കം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാക്കി ഈ പാർട്ടി. ഈ ആരുണ്ടാക്കി? നിങ്ങൾ ലീഗുകാർ പ്രത്യേകം ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ലീഗ് പ്രവർത്തകർ, ഈ പാർട്ടിക്കൊരു MLA ഇല്ല, ഈ പാർട്ടിക്കൊരു MP ഇല്ല. വളരെ സാധാരണക്കാരായ സാധാരണ മനുഷ്യന്മാർ ഈ മലപ്പുറം ജില്ലയിൽ നടക്കം പോയിട്ട്, അപ്പം ഞങ്ങളാരും പോകേണ്ട കാര്യമില്ല കേട്ടോ, ഇപ്പം അവിടെ തന്നെ ആൾക്കാരായി. ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് പോയിട്ടാണ് ഈ പാർട്ടിയെ ഈ രീതിയിലേക്കുള്ള ഒരു ദേശീയ പ്രസ്ഥാനമാക്കി 16 വർഷം കൊണ്ട് നേടിയെടുത്തത്. പ്രിയപ്പെട്ട ലീഗിന്റെ പ്രവർത്തകരെ നിങ്ങൾ നേതാക്കന്മാർ ചോദിക്കണം, 5 MP-മാർ MLA-മാരെ കണക്കെടുത്ത് നിൽക്കട്ടെ. കേരളത്തിലെ MLA-മാരെ തമിഴ്നാട്ടിലെ MLA-മാരുടെ കണക്ക് നിൽക്കട്ടെ. 5 MP-മാരുള്ള ഈ പാർട്ടി, അവർക്ക് ഇന്ത്യയിൽ ഏത് ട്രെയിനിൽ കയറിയാലും ഏത് ഭാഗത്തേക്ക് പോയാലും ആ ടിക്കറ്റ് ഫ്രീ ആണ്. ഞങ്ങൾക്ക് എല്ലാറ്റിനും ടിക്കറ്റ് എടുക്കണം. ഏത് ടിക്കറ്റ് എടുത്താലും ഏത് എയർ ടിക്കറ്റ് എടുത്താലും എവിടെ ഇന്ത്യയിൽ എവിടെ സഞ്ചരിച്ചാലും അവർക്ക് ആ എയർ ടിക്കറ്റിന് വൗച്ചർ ചെയ്ത് കൊടുത്തിട്ട് MP-ക്ക് എവിടെ പോയാലും അത് ഫ്രീ. അങ്ങനത്തെ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനം 5 MP-മാരുണ്ടായിട്ട് നിങ്ങളെ ഈ പാർട്ടി മലബാറിൻ്റെ അപ്പുറത്തേക്ക് വളർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളെ പണി? നിങ്ങൾ ചോദിക്കണ്ടേ? പിന്നെ അതിന് അല്ലാത്തൊരു പാർട്ടി രാജ്യത്ത് വളർന്നു വരുമ്പോൾ ഇതൊക്കെ നമുക്ക് എതിരാ എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്നുള്ളത് നിങ്ങളെ നേതാക്കന്മാരോട് ചോദിക്കണമെന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു സംഗതി, അതിന് വേറെ കാരണം, ഞാൻ സിവിൽ നമ്മൾ സംസാരിച്ചു, ഇവരെന്തുകൊണ്ട് പോകണില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഇവിടുന്ന് ഇത് പോയി വരുമ്പോഴേക്കും തിരിച്ചു വരുമ്പോൾ ഇരുന്ന കസാര ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫൈസൽ ബാബു ഉണ്ട്, എല്ലാവർക്കും അറിയാം, തിരൂർ ഫൈസൽ ബാബു ദേശീയ സെക്രട്ടറിയാണ് ലീഗിൻ്റെ. MP ആണ്ടാളെ, രാജ്യസഭ MP ആണ്ടാളെ എന്ന് അയാൾ പോയിട്ട് കുറേ ആത്മാർത്ഥമായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ ഭാഗത്തൊക്കെ ലീഗ് ഉണ്ടാക്കിയിട്ട് അവിടെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ, അവിടെ പോയിട്ടൊക്കെ ഉണ്ടാക്കി തിരിച്ചിങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ കസാലയുണ്ട് ആരിസ് ബീരാന് കയറിയിരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആർക്കും ഇവിടുന്ന് പോകാൻ തരില്ല, ഞാൻ തിരിച്ചു വരുമ്പോൾ കസാര ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റൂല. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയല്ല. ഞങ്ങളെ CPI ലത്തീഫ് സാഹിബിനെ ഞങ്ങൾ കുറച്ച് മുമ്പ്, ഒരു 3 വർഷം മുമ്പ്, ഞങ്ങൾ ഇവിടുന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോൾ ഞങ്ങൾ ഡൽഹിക്ക് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് പറഞ്ഞയച്ചതാ. ഇനി 3 കൊല്ലങ്ങൾ അവിടെ പ്രവർത്തിക്കാറുണ്ട്. CPI ലത്തീഫ് സാഹിബ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ പ്രസിഡന്റ് കസാര ഞങ്ങൾ കൊടുത്തത് അല്ല. പിന്നെ ഞാനത് ലീഗിന് മാത്രം പരിമിതപ്പെടുത്തുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു. ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് 1-2 കാര്യങ്ങൾ ഇങ്ങനെല്ലാം സൂചിപ്പിക്കാൻ പറ്റും. കാരണം അവരുടെ മുന്നിലൊക്കെ പോയാൽ നമുക്ക് ഗുരുത്തുകേട് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയില്ലാതെ വേറെ നിവൃത്തിയില്ല. തങ്ങൾ ഒറ്റ കാര്യം പറയാം, നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ മാർപ്പാപ്പ ചമയാൻ വരരുത്. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അതിൽ നിൽക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിക്കാണ് പിന്നെ നിങ്ങൾ സമസ്ത കേരള ഇതിൻ്റെ മുഷാവറുണ്ട്, അതിൻ്റെ പ്രസിഡന്റ് ആവാൻ അവിടെയും കൂടി ശ്രമം നടത്തരുത്. കേരളത്തിലെ എല്ലാ ഖാദിയും എല്ലാ മഹല്ലുകളും എൻ്റെ കീഴിലാവണം, അങ്ങനെ അല്ല. അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കരുത്. എവിടെങ്കിലും നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയണം, അല്ല ആത്മീയവാദിയാണെങ്കിൽ അതാണ് എന്ന് പറയണം. തങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവില്ല. അങ്ങനെ ആരും കരുതണ്ട. എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവും, അതുണ്ടാവില്ല. നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് അവിടെ നിങ്ങൾ നിൽക്കൂ. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാം, ഇത് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടികളമായിരിക്കും ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോൾ കാണാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് പത്രക്കാരൻ മുന്നിൽ, വൈകുന്നേരം കാണാൻ വേറെ മാവേലി അയക്കാണ്ട് വേറൊക്കെ എന്തൊക്കെ കോലം കെട്ടിയിട്ട് ഓണപ്പാട്ട്.
പിന്നെ കാണാം പിറ്റേന്ന് വരുമ്പോൾ കാണാം മറ്റേ സൗദി അറേബ്യയിലൊക്കെ മക്കയിലൊക്കെ ഉള്ള ഇമാമികൾ ഇടുന്ന മറ്റേ ആ തോബുണ്ടല്ലോ, ആ മറ്റേ അതിട്ട് കണ്ട് കാണാം. പിന്നെ ഞാൻ ഖാദി ഫൗണ്ടേഷൻ്റെ ആളാണ്, അത് വേറെ ദിവസം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം ഞാനിപ്പോൾ റഷ്യയിലുള്ളത്, ആ റഷ്യക്കാരൻ മറ്റേ തൊപ്പി ഉണ്ടല്ലോ വലിയൊരു ആ തൊപ്പി, അതിട്ട് കണ്ട് കാണാം വ്ളോഗ് ചെയ്തിട്ട് അത് വേറെ. അടുത്ത ആഴ്ച കാണാം പിന്നെ ആളെ കാണാൻ പാൻറ്റും മറ്റേ, ഞാൻ ഇതിനൊന്നും വിമർശിക്കില്ല, എവിടെയെങ്കിലും ഇവിടുന്ന് നിൽക്കണം എന്നേ പറഞ്ഞുള്ളൂ. തൊപ്പിയൊന്നും ഉണ്ടാവില്ല പിന്നെ ആൾക്ക് ആ സമയത്ത്. എവിടെ വേറെ ചില സ്ഥലത്ത് എത്തിയാല അവിടെ പാൻറ്റും ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അവിടെ കാണാൻ നല്ല ചൊങ്കനായിട്ട്, അസുഖോണ്ടൊന്നും പറയല്ല. ഇങ്ങനെ ഒരു പ്രച്ഛന്ന വേഷം പഠിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഒരിക്കൽ കാണാൻ മറ്റേ എന്തെല്ലാം ആഗ്രഹം എന്നറിയാം നിങ്ങൾക്ക്. സന്തോഷ് ജോർജ് കുളങ്ങനാകാൻ വരെ ശ്രമിക്കും ഒരു മനുഷ്യർ. പിന്നെ എന്താ പരിക്കാട്ട് ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ ആ വ്ളോഗുണ്ട്, നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് ആ വ്ളോഗ് ചെയ്യാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അതിരിത്രയാണ്, അതിൻ്റെ ഇതിൽ നിന്ന് ഇത്ര ഗ്യാലം വെള്ളമാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ലീഗിൻ്റെ പ്രസിഡന്റ് നമ്മൾ ആൾക്കാർക്ക്, അതിനൊക്കെ ഈ സന്തോഷ് ജോർജ് കുളങ്ങനെ പോലുള്ള ആൾക്കാരില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ എല്ലാം ആവുക. അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യന് കഴിവുണ്ടാവില്ല. അപ്പൊ എവിടെയെങ്കിലും ഓരോടത്ത് നിങ്ങൾ ഉറച്ചിരുന്നിട്ടില്ലെങ്കിൽ ഈ സമുദായം വലിയ വില നൽകേണ്ടി വരും. അതാ പ്രശ്നം. നിങ്ങളെ ഉപദേശിക്കാൻ പാടില്ല. അതാ എൻ്റെ ഈ പ്രസംഗപ്പോൾ നാളെ നിങ്ങൾ ഇതിലിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ രൂപം കമൻ്റ് എന്താ വരും അറിയാം. അതിൽ വരുന്ന ആരാടാ പാണക്കാട് ഉപദേശിക്കാൻ, ആരാടാ ഇതാണ് കമൻറ്റ് വരും. ഉപദേശിക്കാനേ പാടില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ പ്രാവർത്തികമാക്കണം, അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ സമുദായത്തോടെ മുൻപ് വിഷയത്തിൽ ജോൺസൺ അവരൊക്കെ അത് വിശദീകരിച്ചു. നിങ്ങൾ ഈ സമൂഹത്തോട് നിങ്ങൾ സമവായത്തെക്കുറിച്ച് സംസാരിക്കുന്നു, വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുന്നു, സമന്വയത്തെക്കുറിച്ച് പറയുന്നു. ഈ വിട്ടുവീഴ്ചയുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുകയായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങൾ തീരും. സാധിക്കാതെ തങ്ങൾക്ക് നെഞ്ചത്തെ കൈവച്ച് പറയാൻ പറ്റും. ആ സമസ്തയുടെ ഇപ്പോഴുള്ള പ്രശ്നത്തിൻ്റെ മുഴുവൻ കാരണവും പാണക്കാട് സാധി കളിച്ച് അവർക്ക് സമസ്തയിൽ മുഷാവറ പ്രാക്കാത്ത കാരണം ആ സാധുക്കളെ കൊണ്ട് കാരണം അതിന് തങ്ങൾക്ക് മതപരമായൊരു ബിരുദമില്ല, അത് അതിൻ്റെ നിയമമാണ്. അതുകൊണ്ട് ആ ബിരുദമുള്ള ആളുകൾക്ക് മുഷാവറങ്ങാൻ പറ്റുള്ളൂ. അത് നിരസിച്ചത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആ തങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ സമസ്ത പിളരില്ല. നിങ്ങൾ ചിന്തിക്കണം. വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, മറ്റുള്ളവർ ഉപദേശിക്കാനുള്ള സംഗതിയാ അവനവനെ പ്രാവർത്തിക്കാക്കണ്ടേ. നിങ്ങളെ കാക്കമാര് നിങ്ങൾ ഞാൻ പറയില്ല, അവരും പല സംഗതികളും വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഇവിടെ INL ഉണ്ടാവില്ലായിരുന്നു, ഇവിടെ AP വിഭാഗം സുന്നികൾ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളെ ഭാഗത്തുള്ള വിട്ടുവീഴ്ച എന്നുള്ള ഗുണം നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സമുദായം പലപ്പോഴും പിളർന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവനവൻ പറയുന്നത് അവനവൻ്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ സാദിഖലി ശിഹാബ് തങ്ങളോട് ഞാൻ നിങ്ങളെ അങ്ങനെ ഇതിലൊക്കെ അപരാധി എന്നല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ഉപദേശകരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം പാണക്കാട് തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൽ ഒരുപാട് ഞങ്ങളെ നിഷേധിക്കണമെന്ന് ഒരുപാട് സേവനം ചെയ്ത ആളുകളാണ്. പക്ഷെ നിങ്ങളെ ഉപദേശകന്മാരെ ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ ഈ പാണക്കാട് തങ്ങന്മാർ നേരത്തെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മുമ്പുള്ള ഓരോ തങ്ങന്മാരും, നിങ്ങളുടെ പിതാവ് പൂക്കോയ തങ്ങളടക്കമുള്ള ആളുകൾ ആ കുടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് നിങ്ങളെപ്പോലെ ഓരോ അരമനയിലേക്കും അങ്ങോട്ട് ചെന്ന് ഓരോ കാര്യാലയങ്ങളിലേക്ക് അങ്ങോട്ട് ചെന്ന് കാണുന്ന ഒരു പാരമ്പര്യം കുടപ്പനക്കൽ തറവാട്ടിന് ഇല്ലായിരുന്നു. പക്ഷെ സാധിക്കാതെ തങ്ങളെ നിങ്ങളിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടങ്ങളും കൊടപ്പനക്കൽ തറവാടിൻ്റെ മാഹാത്മ്യം വരെ നിങ്ങൾ കളഞ്ഞു കുളിക്കല്ലേ. നിങ്ങൾ മനസ്സിലാക്കണം, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇന്ന് വരെ NSSന്റെ കാര്യാലയത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു സ്ഥലത്തും ഇന്ന് വരെ പോയിട്ടില്ല. സുകുമാരൻ നായരെ കാണണമെങ്കിൽ NSS കാര്യാലയത്തിൽ എത്തണം. SMDB യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വരെ ഒരു അരമനയിലേക്കും അങ്ങോട്ട് ചെന്നിട്ടില്ല, ഒരു കാര്യാലയത്തിലേക്കും അങ്ങോട്ട് ചെന്നിട്ടില്ല. അദ്ദേഹത്തെ കാണണമെങ്കിൽ അങ്ങോട്ടേക്ക് ആസ്ഥാനത്തേക്ക് അങ്ങോട്ടേക്ക് ചെല്ലണം. കൊടപ്പനക്കൽ തറവാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ സാദിഖലി തങ്ങൾ വരുന്നതിന് മുമ്പ് വരെ അങ്ങനെ ഒരു പാരമ്പര്യമായിരുന്നു. പാണക്കാട്ടേക്കാണ് ഒഴുകിയിരുന്നത് അല്ലേ, പുഴ കടലിലേക്ക് ഒഴുകുള്ളൂ, കടൽ പുഴയിലേക്ക് ഒഴുകാറില്ലായിരുന്നു. പ്രിയപ്പെട്ട ലീഗാരങ്ങൾ ചിന്തിക്കണം, ഇപ്പൊ എന്താ അതിന്റെ സ്ഥിതി? അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ഉപദേശകങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക്
ഞങ്ങൾ ചില കാര്യം പ്രവചിക്കാറുണ്ട് പലപ്പോഴും, പിന്നെ അത് ഈ സമൂഹത്തിന് എപ്പോഴും ഞങ്ങൾ പറഞ്ഞ കാര്യം പുലർന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഈ രാജ്യത്തെ RSSനെ കുറിച്ച് ഞങ്ങൾ പല മുന്നറിയിപ്പും കൊടുത്തപ്പോൾ നിങ്ങളെ പല നേതാക്കൾ വെറുതെ പറയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അതിവിടെ പുലർന്നിരിക്കുന്നു. ഞങ്ങൾ ന്യായമായ ചില സംശയം നിൽക്കുകയാണ്. ഈ സാദിഖ് അലി ശിഹാബ് നിങ്ങൾ ഇപ്പോൾ ഈ വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയെ കാണുന്നു, കാനഡയിൽ പോകുന്നു, യൂറോപ്പിൽ പോകുന്നു. ഇതാ ഈ കുറച്ചു കാലത്തിൻ്റെ ഇടയിൽ ഈ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ദുരൂഹതയുണ്ട്. ആരാണ് നിങ്ങൾക്ക് ഇതിനുള്ള സ്പോൺസർ ചെയ്യുന്നത്? ആരാണ് നിങ്ങളെ ഇവിടെ ഇത്തരം സംവിധാനങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും ഒരു പുനർവിചിന്തനം നല്ലതാണ്. കാരണം ഞങ്ങൾ പറയാട്ടോ, കാരണം അറബ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ, ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം സൂചിപ്പിക്കുക, അറബ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഒരു മുസ്ലിം കൾച്ചറുള്ളത്, ഒരു ഇസ്ലാമിക സംസ്കാരമുള്ള ഈ ഭൂമിയിലെ ഒരു ഇടം എന്ന് പറയുന്നത് മലബാറിലാണ്. ഈ മലപ്പുറം ജില്ലയിലെ ഈ മലബാറിലാണ്. ആ കൾച്ചർ തകർക്കുക എന്നുള്ളത് സിയോണിസത്തിൻ്റെ ലക്ഷണമാണ്, അവരുടെ ഒരു ആഗ്രഹം. അവർ ചെയ്തൊരു പണിയുണ്ട്. അവരെന്താ ചെയ്തു പറയുക? അറബ് രാജ്യങ്ങളിലെ മുഴുവൻ രാജകുമാരന്മാരെയും അവർ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കൊണ്ടുപോയി അവർ നടത്തിയ എഡ്യൂക്കേഷൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് അറബ് സംസ്കാരം എന്ന് പറയുന്നത് തകർന്നു പോയത്. മനസ്സിലാക്കും. ഓരോ അറബ് രാജ്യം, പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പ്രതിസന്ധിയിലായത് അവിടെ പോയി പഠിച്ച ആൾക്കാർ പിന്നെ വന്നപ്പോഴാണ്. അതുകൊണ്ട് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നത് തങ്ങളെ നിങ്ങളിപ്പോൾ പോകുന്ന യൂറോപ്പിലേക്കും ഇപ്പോൾ പോകുന്ന അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഈ വത്തിക്കാനിലേക്കൊക്കെ നിങ്ങളെ നയിക്കുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നതും തേടുന്നതും നല്ലതാണെന്ന് മാത്രം അതിൽ സൂചിപ്പിക്കണം. ഞങ്ങൾ പറഞ്ഞ നിലപാടുകൾ മുന്നേ പ്രവചിച്ചതൊക്കെ ഇവിടെ പുലർന്നിട്ടുണ്ട്. ബാബരി മസ്ജിദ് ജുഡീഷ്യൽ കർസേവയിലൂടെ അത് വിട്ടുകൊടുത്തിട്ട് അവിടെ രാമക്ഷേത്രം വന്നപ്പോൾ ഞങ്ങൾ അപ്പോഴും പറഞ്ഞു അത് രാമനെ കുടിയിരുത്താനുള്ള സ്ഥലമല്ല. ഹൈന്ദവ വിശ്വാസമുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞു അത് ശരിയാവില്ല. കാരണം തർക്കഭൂമിയിൽ ഒരു ആരാധനാലയം ഒരു മതത്തിനും ശരിയില്ല. പക്ഷെ അന്ന് സാദിഖ് അലി തങ്ങൾ വളരെ വിഷമിപ്പിക്കുന്ന ആ നിലപാട് പ്രഖ്യാപിച്ചു, രാമക്ഷേത്രത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അല്ലേ? കുഞ്ഞാലിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയും സാദിഖ് അലി ശിഹാബ് നിങ്ങളുടെ നിലപാടാണ് ശരി, അത് പിന്നെ കാലം തെളിയിക്കുന്ന. കുഞ്ഞാലിക്കുട്ടി ചോദിക്കട്ടെ, നിങ്ങളെ സാദിഖ് അലി തങ്ങൾ അന്ന് ഈ രാമക്ഷേത്രത്തെ ഉദ്ഘാടന സമയത്ത് അതിനെ സ്വാഗതം ചെയ്തിട്ട് പറഞ്ഞത് അതോട് കൂടിയിട്ട് ഇവിടെ മതസൗഹാർദ്ദം പുലരും, ഇത് മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്, ഈ അധ്യായം കലഹത്തിൻ്റെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു എന്ന് തങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങൾ അന്ന് പറഞ്ഞു ഈ അധ്യായം ഇവിടെ തുടങ്ങുകയാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു. തുടങ്ങിയില്ലേ? പള്ളി തകർക്കുക എന്നുള്ളത്, പള്ളി പിടിച്ചെടുക്കുക എന്നുള്ളത് ഇന്ന് ഈ രാജ്യത്ത് മുഴുവൻ കോടതിയിൽ ഓരോ പള്ളിയിലും സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചു. ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നുവെങ്കിൽ, അധ്യായം അടഞ്ഞതാണെങ്കിൽ ഞങ്ങൾ അന്ന് പറഞ്ഞ അധ്യായം തുടങ്ങുകയാണ് കേട്ടോ ചെയ്തേ. നിങ്ങൾ സമ്മതിച്ചാൽ ഇത് നിങ്ങളിവിടെ സമ്മതിച്ചു കൊടുത്താൽ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതാ ശരിയായത്, ഞങ്ങൾ പറഞ്ഞതാണ് ശരിയായത്. പിന്നെ എപ്പോഴായി പാണക്കാട് തങ്ങം വരെ നിലപാട് ശരിയായെന്നത് കുഞ്ഞാലിക്കുട്ടി പറയാം. ഇപ്പൊ ഇതാ കേരളം നേരിടുന്ന മുനമ്പം പ്രശ്നം ഞാൻ സൂചിപ്പിക്കുക. അത് ഏത് സംഗതിയാണെങ്കിലും മുനമ്പ് വിഷയത്തിൽ നിങ്ങളുടെ ലീഗെങ്കിലും മുസ്ലിങ്ങളെ പാർട്ടി, മുസ്ലിങ്ങളെ കുടുംബങ്ങൾ മിന്നാന്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള പാർട്ടി, മുസ്ലിങ്ങൾ മാത്രമുള്ള സംസ്ഥാന കമ്മിറ്റി. നിങ്ങൾ ചിന്തിക്കണേ, മതേതര പാർട്ടിയാണ്. മുസ്ലിങ്ങൾ മാത്രമുള്ള സംസ്ഥാന കമ്മിറ്റി നിങ്ങൾ ഇരുന്നിട്ട് മുനമ്പം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പുറത്തിറങ്ങിയിട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് മുനമ്പം അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാനുള്ള തൻ്റെടമുണ്ടോ? നിങ്ങൾ എല്ലാ വിഷയത്തിലും തർക്കത്തിലും തീരുമാനിക്കുന്ന ആൾക്കാരല്ല, നാട്ടിലുള്ള എല്ലാ വിഷയത്തിലും കുഴപ്പമെങ്കിലും എത്താൻ നിങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാർ ഈ വിഷയത്തിൽ പറയണങ്ങൾ നിങ്ങൾ തീരുമാനിക്കാൻ സാധിച്ചോ? മുസ്ലിങ്ങൾ മാത്രമുള്ള പാർട്ടിക്ക് എന്നാൽ ഞങ്ങളെ പാർട്ടി, ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി CPI ലത്തീഫ് സാഹിബിന്റെ നേതൃത്വത്തിൽ കൂടി അപ്പുറത്തെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി റോയ് അറക്കലിരുന്നു, ഇപ്പുറത്തെ ജോൺസൺ കണ്ടേച്ചർ ഞങ്ങളുടെ സെക്രട്ടറി ഇരുന്നു, കൃഷ്ണൻ ഇറങ്ങിക്കൽ അപ്പുറത്തിരുന്നു, ജോർജ് മുണ്ടക്കയം ഇപ്പുറത്തിരുന്നു, ഞാനിരുന്നു, ഞങ്ങൾ 25 ആൾ ഇരുന്നു. മഞ്ജുഷ മാവുരാടമടക്കമുള്ള ജമീലടക്കമുള്ള വനിതകളിരുന്ന് ഞങ്ങൾ മുനമ്പം എന്നുള്ളത് വഖഫ് ഭൂമിയാണെന്ന് ഈ പാർട്ടി തീരുമാനിച്ചു പ്രഖ്യാപിച്ചു. ഞങ്ങൾ നിലപാടിലെത്തി അതുള്ളൂ. പക്ഷേ അവിടെയുള്ള കുടുംബങ്ങളെ മുഴുവൻ അവിടെ നിന്നും കുടിവയ്പ്പിക്കൽ, അവർക്ക് പരിഹാരം സാധാരണക്കാരായ മനുഷ്യരാണ്. കാരണം ദൈവികമായ ഭൂമി ദൈവം എവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പറയില്ല. അതിന് പരിഹാരം ഞങ്ങൾ കണ്ടെത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ നിലപാടാണ്. അത് ആര് എന്നുള്ളതല്ല, 600 കുടുംബങ്ങൾ ഏത് ജാതി മനുഷ്യനാണെങ്കിൽ
അവരുടെ തെറ്റിദ്ധാരണയുടെ പേരിൽ അവിടെ ഭൂമി വാങ്ങി അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പരിഹാരം ഗവൺമെന്റ് കാണും. അത് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതാണ്. പക്ഷെ ഭൂമി വഖഫാണ്. അത് ഞങ്ങൾക്ക് റോയ് അറക്കലിനെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കും, ജോൺസൺ കണ്ടറിനെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കും, കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളെ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കാരണം തങ്ങൾ പറയുന്നത് അത് ഒരു കണ്ടീഷൻ. നിങ്ങളൊരു വക്കീലുണ്ടല്ലോ മുഹമ്മദ് ഷാ ലീഗിന്റെ, മഹാ അപകടകാരിയാണ്. അയാളുള്ള ചാനലിൽ മുഴുവൻ നടന്നിട്ട് പറയുന്നത് വഖഫ് ഭൂമിയിൽ കണ്ടീഷൻ വെച്ചാൽ അത് വഖഫാവൂലാന്ന് പറഞ്ഞ് തങ്ങന്മാർക്ക് ഇത് പറഞ്ഞിട്ട് തൽക്കാലം കുറച്ച് സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യലാഭം ഉണ്ടാവും. ഇതെങ്ങാണ്ട് ഈ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വേറെന്ത് തുടങ്ങുക? ഏതാണ്ട് വഖഫ് ഭൂമികളൊക്കെ തന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കാൻ, ദർസിൽ ഓതാൻ, മദ്രസ നടത്താൻ, അല്ലെങ്കിൽ മറ്റുള്ള സംഗതി, ഇങ്ങനെ ഓരോ ഒരു കണ്ടീഷൻ വെച്ചിട്ടേ വഖഫ് ഭൂമി കൊടുക്കാറുള്ളൂ. നമുക്കറിയുന്ന കാര്യമില്ലേ? ഈ കണ്ടീഷൻ വെച്ചത് വഖഫ് ഭൂമി അല്ലാതെ ഇന്ന് ഈ തങ്ങളെ എന്തെങ്കിലും അധികാര സ്ഥാനത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ പിന്നെ പ്രശ്നം തുടങ്ങുക. 600 കുടുംബങ്ങളെ പ്രശ്നമല്ല, അത് ഞങ്ങൾ അവരുടെ മുമ്പിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങൾ അവരെ പോയി കണ്ടു, ഞങ്ങളെ പ്രതിനിധി പോയി കണ്ടു, സംസാരിച്ചു, ഇത് ഞങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ മറവിൽ 12ഓളം ബാറ് ആ ദൈവിക ഭൂമിയിലുണ്ട്, 12ഓളം റിസോർട്ടുകളും ബാറുകളുണ്ട്. അവരിതിൻ്റെ മറവിൽ രക്ഷപ്പെടാൻ നിൽക്കുക. തങ്ങളിപ്പോൾ അതിനെ കോംപ്രമൈസിന് എടുക്കുക, സമ്മതിക്കൂല. അങ്ങനെ തങ്ങൾ മാത്രം തീരുമാനമെടുക്കുന്ന കാലഘട്ടം ഈ രാജ്യത്ത് കഴിഞ്ഞിട്ടുണ്ട്. തങ്ങള് അത് ഈ പാർട്ടി സമ്മതിക്കില്ല. അവർ ഒടിഞ്ഞു പോയേ തീരൂ അവിടെ നിന്ന്. അത് ഈ കുടുംബങ്ങളെ മറവിൽ അത് പിന്നെ ആ രീതിയിൽ നടപ്പാക്കാൻ ഞങ്ങൾ സംഭവിക്കണം. പറഞ്ഞു വരുന്നത് തങ്ങളെ നിലപാട് ശരി. കുഞ്ഞാലിക്കുട്ടിയുടെ വന്നാൽ പറയും പണക്കാട് തങ്ങളെ നിലപാടാ ശരി. എന്ത് നിലപാടുകൾ നാളെ പറയാൻ തയ്യാറുണ്ടോ? പറയാനുള്ള ധീരങ്ങൾക്ക് ഇത് വഖഫ് ഭൂമിയാന്ന് പറയാൻ പറ്റുമോ? രണ്ടും പറയില്ല ഇയാള്. അതുകൊണ്ട് കാര്യങ്ങളിൽ കൃത്യത ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും CPM നിന്ന് മാറിയിട്ട് ആരെങ്കിലും കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തുള്ള രാഷ്ട്രീയമായിട്ടായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കോൺഗ്രസ്സുകാരൻ പോയിട്ട് BJP-യിലേക്ക് പോകുന്നുണ്ട്, അത് രാഷ്ട്രീയ മാറ്റമല്ല. മുസ്ലിം ലീഗുകാരൻ പോയിട്ട് കോൺഗ്രസിലേക്ക് പോയി, ഇതൊന്നും രാഷ്ട്രീയ മാറ്റമില്ല. രാജ്യത്ത് സംഭവിക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും STP-യിലേക്ക് വരുന്നത് മാത്രമേ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളൂ എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പാർട്ടിയിലേക്ക് എല്ലാവിധ ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് വിശ്വാസക്കാരെയും STP-യിലേക്ക് ആദരപൂർവ്വം ആർദ്രവുമായി സ്വാഗതം നിർത്തുന്നു. എൻ്റെ നാട്ടിലേക്ക് വന്ന എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അവരോട് എൻ്റെയും CPL സഭയുടെ സന്തോഷം പങ്കുവെക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് STPI.